உங்க கூட செல்ஃபி, நம்ம கூட செல்ஃபி. സതീശന്, വേണുഗോപാലിന്, രമേശിന് ആർക്കെങ്കിലും പറ്റുമോ വിജയ് എടുത്ത അതുപോലൊരു സെൽഫി? എന്തൊരാത്മവിശ്വാസം! ആ സെൽഫിയിൽ ഒരുപാട് ജീവിതങ്ങളുണ്ട്, വിജയുടെ മോഹങ്ങളുണ്ട്. ഇതാണ് മനുഷ്യരാഗ്രഹിക്കുന്ന, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി. വിജയ് ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമായി തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയക്കാരെ എടുത്ത് കിണറ്റിലിടാൻ തോന്നും. സി ജോസഫ് വിജയ് എന്നും ഞാൻ சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலைநிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக ഒരു സൂപ്പർ ഹിറ്റ് വിജയ് ചിത്രം കണ്ടിറങ്ങിയ പ്രതീതി. ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്ന് കണ്ട സത്യപ്രതിജ്ഞാ ചടങ്ങ് അങ്ങനെ. തമിഴ്നാട്ടിൽ 59 വർഷത്തിനു ശേഷമാണ് ദ്രാവിഡ കക്ഷിയുടെ നേതൃത്വത്തിലല്ലാതെ ഒരു സർക്കാർ അധികാരത്തിലേറുന്നത്. തമിഴക വെട്രികഴകം നയിക്കുന്ന ആദ്യ സർക്കാരിന് തുടക്കം കുറിച്ചുകൊണ്ട് ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. വിജയ്ക്കൊപ്പം 9 അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുൻപ് AIDMK നേതാവായിരുന്ന KA സെങ്കോട്ടയ്യൻ, ആദവ് അർജുന, TVK ജനറൽ സെക്രട്ടറി ആനന്ദ് എന്നിവർ മന്ത്രിസഭയിലെ പ്രമുഖർ. നടി തൃഷയടക്കം സിനിമ, രാഷ്ട്രീയ മേഖലയിലെ വൻനിര തന്നെ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തി. വിജയ് തന്റെ സഹോദരൻ എന്ന് വിശേഷിപ്പിച്ച രാഹുൽ ഗാന്ധി വേദിയിൽ വിജയ്ക്കൊപ്പമിരുന്നു. വിജയുടെ കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. മന്ത്രിസഭയിലെ പ്രമുഖ മുഖങ്ങളിലൊരാൾ മുൻ AIDMK നേതാവ് KS സെങ്കോട്ടയ്യൻ. മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന MGRനും ജയലളിതയ്ക്കുമൊപ്പം പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ച അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വിജയ് നടത്തിയ ഒരു പ്രസംഗം, ആ പ്രസംഗം തമിഴ് മക്കളുടെ മനസ്സിൽ തീയായി പടർന്നു. സിനിമാ സ്റ്റൈൽ പ്രസംഗവുമായി വേദി നിറഞ്ഞ വിജയ് കാണികളെ ആവേശ കൊടുമുടിയിലെത്തിച്ചു. തമിഴ് മക്കളുടെ ചില്ലിക്കാശ് പോലും തന്റെ കൈകൊണ്ട് തൊടില്ല എന്ന് വിജയ് പ്രഖ്യാപിച്ചു. തന്റെ മന്ത്രിസഭയിലുള്ള ആരെയും ഒരുവിധ അഴിമതിക്കും താൻ അനുവദിക്കില്ല. താൻ വിശപ്പിന്റെ വില അറിയുന്നവനാണ് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു വിജയുടെ പ്രസംഗം തുടങ്ങിയത്. രാജകുടുംബത്തിൽ നിന്നുള്ളയാളല്ല താൻ, സിനിമയിലെ വെറുമൊരു സഹസംവിധായകന്റെ മകൻ. വിശപ്പിൻ്റെ വിലയെന്ത് എന്ന് നന്നായി മനസ്സിലാക്കിയവൻ, നിങ്ങളിൽ ഒരുവൻ. നിങ്ങളുടെ മകനായും സഹോദരനായും സുഹൃത്തായും ഞാനുണ്ടാകും. നിങ്ങളുടെ തമ്പിയായി എപ്പോഴും ഉണ്ടാകും. ഞാൻ നിങ്ങളുടെ അരുമയാണ് വിജയ്. ഞാൻ നിങ്ങൾക്കായി വന്ന് നിങ്ങളുടെ വിജയായി മാറി. അത്രയും സ്നേഹവും വിശ്വാസവും നിങ്ങൾ എനിക്ക് തന്നു. ഈ യാത്രയിൽ ഒരുപാട് വേദനകളുണ്ടായി. എനിക്കൊപ്പം നിന്ന നിങ്ങൾക്കും വേദനകൾ അനുഭവിക്കേണ്ടി വന്നു. ഞാൻ സാധാരണക്കാരനാണ്, എന്തു വന്നാലും നേരിടും എന്ന് പ്രസംഗത്തിൽ വിജയ് ആവർത്തിച്ചതോടെ ജനം ഇളകിമറിഞ്ഞു. തമിഴക രാഷ്ട്രീയം തിരുത്തിക്കുറിച്ചുകൊണ്ട് സി ജോസഫ് വിജയ് അധികാരത്തിലെത്തുമ്പോൾ ഇത് മറ്റൊരു സമവാക്യത്തിൻ്റെ തുടക്കം. വിജയ് ചേർത്തു പിടിക്കുന്നത് എന്നും തൻ സഹോദരതുല്യം സ്നേഹിച്ചിരുന്ന രാഹുൽ ഗാന്ധിയെ. 2009 കോൺഗ്രസിൽ ചേരാൻ ആഗ്രഹിച്ച വിജയ് ഇപ്പോൾ താൻ പടുത്തുയർത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കോൺഗ്രസിനെയും ഒപ്പം ചേർത്തിരിക്കുന്നു. ദൈവനാമത്തിൽ വിജയ് സത്യപ്രതിജ്ഞ ചെയ്തു. ഒടുവിൽ 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം കോൺഗ്രസിന് ഭരണ പങ്കാളിത്തം ലഭിക്കുന്ന ഒരു മന്ത്രിസഭ. ജനസാഗരം വിജയ്ക്ക് ആശംസകളുമായി എത്തി. മുൻ DMK സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു വിജയുടെ പ്രസംഗം. സർക്കാരിൻ്റെ നിലവിലെ സ്ഥിതി വഷളാവണമെന്നും ഖജനാവ് ഖാലിയാണെന്നും വിജയ് ജനങ്ങളെ ഓർമ്മപ്പെടുത്തി. 10 ലക്ഷം കോടി കടം വരുത്തി ഖജനാവ് തൂത്തുപടിച്ചാണ് DMK ഇറങ്ങിപ്പോയത്. പൊതുജനത്തിൻ്റെ പണം തനിക്ക് വേണ്ട. അഴിമതിക്ക് ആലോചനയുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇവിടെ ഉപേക്ഷിക്കണം.
പല അധികാര കേന്ദ്രങ്ങൾ ഈ മന്ത്രിസഭയ്ക്കുണ്ടാവില്ല. ഒരൊറ്റ അധികാര പോയിന്റ്, അത് ജോസഫ് വിജയ് എന്ന ഞാൻ. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള തന്റെ പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്കും KC വേണുഗോപാലിനും MA ബേബിക്കുമൊക്കെ വിജയ് നന്ദി പറഞ്ഞു. ജനങ്ങൾക്കും തനിക്കും വേണ്ടി വോട്ടഭ്യർത്ഥിച്ച കുട്ടികൾക്കും വിജയ് നന്ദി പറഞ്ഞു. മതേതര സർക്കാരാണ് അധികാരത്തിലേൽക്കുന്നതെന്നും പുതിയ ഭരണവും പുതിയ യുഗവുമാണ് പിറക്കുന്നത് എന്നും വിജയ് തൻ്റെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തി. തമിഴ് ആരാധകരുടെ പ്രിയങ്കരനായ ദളപതി വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായതോടെ തമിഴ്നാട്ടിലെങ്ങും ഉത്സവ പ്രതീതി. രാഷ്ട്രീയത്തിലേക്കുള്ള തൻ്റെ ഈ യാത്രയിൽ താങ്ങും തണലുമായി കുടുംബം ഒപ്പം നിന്നു എന്ന് വിജയ് പറയുന്നു. വിജയ് എന്ന ഒരു നടൻ രാഷ്ട്രീയക്കാരനായി മാറിയ ഈ ചരിത്ര മുഹൂർത്തത്തിൽ സഹോദരിമാരായ കീർത്തന സുന്ദറും പല്ലവി സുരേന്ദറും വികാരാധീനരായി. തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി കീർത്തനയും പല്ലവിയും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച കുറിപ്പ് ആരാധകരുടെ ഹൃദയം കവരുന്നു. മുൻപത്തേക്കാൾ കരുത്തോടെ നിങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി വ്യക്തമായ കാഴ്ചപ്പാടും ലക്ഷ്യബോധവും നിങ്ങളിലുണ്ട്. ഇത് അധികാരത്തിനോ ബഹളത്തിനോ വേണ്ടിയല്ല, മറിച്ച് തമിഴ്നാടിനും നമുക്കും വേണ്ടിയാണ്. ദശലക്ഷക്കണക്കിന് ആളുകളുടെ വികാരമായി മാറിയ വിജയുടെ ഈ തിരിച്ചുവരവ് വെറുമൊരു വ്യക്തിഗത വിജയമല്ല, ജനങ്ങളുമായി അദ്ദേഹത്തിനുള്ള ആത്മബന്ധത്തിന്റെ അടയാളമാണെന്നും ഈ കുറിപ്പിൽ പറയുന്നു. ദിവസങ്ങൾ നീണ്ട സസ്പെൻസുകൾക്കൊടുവിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ സജ്ജീകരിച്ച വേദിയിൽ തമിഴ്നാട് ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്ന സത്യപ്രതിജ്ഞ ഗവർണർ രാജേന്ദ്ര അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞ ചടങ്ങ് ചെന്നൈ നഗരത്തിലെ 20 കേന്ദ്രങ്ങളിൽ പ്രത്യേക സ്ക്രീനുകളിൽ തത്സമയം പ്രദർശിപ്പിച്ചു. MGRന് ശേഷം തമിഴ്നാട് മുഖ്യമന്ത്രിയാകുന്ന സിനിമാ താരമാണ് വിജയ്. വാഗ്ദാനങ്ങൾ നൽകി തമിഴ്നാട് മക്കളെ താൻ ഏമാത്തില്ല എന്നാണ് വിജയുടെ പ്രഖ്യാപനം. വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ ഞാൻ വഞ്ചിക്കില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കും. അധികാരത്തിലെത്തിയെന്ന അഹങ്കാരം ആർക്കും വേണ്ട. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ തമിഴ്നാട്ടിൽ ആരംഭിക്കും. ലഹരിമുക്ത തമിഴ്നാട് സാധ്യമാക്കുമെന്ന് വിജയ് പ്രഖ്യാപിച്ചു. എല്ലാവരും ചേർന്ന് നമുക്കൊരു പുതിയ യുഗം തുടങ്ങാം. യഥാർത്ഥ സമൂഹനീതിയിൽ അധിഷ്ഠിതമായ ഭരണം ഇവിടെ തുടങ്ങുന്നുവെന്ന് വിജയ്. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് നന്ദിയോടെ വരുന്നു. ഞാൻ നിങ്ങളുടെ തമ്പിയാണ് എന്ന് വിജയ് പ്രവർത്തകരെ ഓർമ്മപ്പെടുത്തി. ഞാൻ ഒരു ദൈവദൂതനോ മാലാഖയോ അല്ല, ഞാൻ സാധാരണക്കാരനാണ്. ഞങ്ങൾക്ക് നൽകാൻ കഴിയാത്തത് ഞാൻ വാഗ്ദാനം നൽകില്ല. ഇപ്പോൾ നിങ്ങളെ ഉപയോഗിച്ച് എന്തും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ഈ ജനകോടികളാണ് എൻ്റെ കരുത്ത്. ആരെയും കാണാൻ ഞാൻ മുഖം മറക്കില്ല. ഈ മന്ത്രിസഭയും ഭരണവും സുതാര്യമായിരിക്കും. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഞാൻ കർശന നിലപാട് സ്വീകരിക്കും. ഇന്നു മുതൽ മയക്കുമരുന്നിനെതിരെ നടപടികൾ സ്വീകരിക്കും. അടിസ്ഥാന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. എന്നെ അപമാനിച്ചവർ ഉൾപ്പെടെ എല്ലാവർക്കും ഞങ്ങൾ സുരക്ഷ ഉറപ്പാക്കും. എല്ലാവരും എൻ്റെ ആളുകളാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, വെള്ളം തുടങ്ങിയ അടിസ്ഥാന വിഷയങ്ങളിൽ എൻ്റെ ആദ്യ ശ്രദ്ധ ചെലുത്തും. ഞാൻ തെറ്റ് ചെയ്യില്ല. എൻ്റെ കൂടെയുള്ളവരെയും തെറ്റ് ചെയ്യാൻ അനുവദിക്കില്ല. ആർക്കെങ്കിലും തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ അതില്ലാതാക്കണം. ട്വിസ്റ്റും സസ്പെൻസും ഒക്കെ നിറഞ്ഞ തമിഴ് തിരൈപ്പടങ്ങളുടെ തനിയാവർത്തനമാണ് ഇന്ന് ചെന്നൈയിൽ നമ്മൾ കണ്ടത്. 2 വർഷം മുമ്പ് പിറവിയെടുത്തൊരു പാർട്ടി 50 വർഷം ഭരിച്ചവരെ തോൽപ്പിച്ച അധികാരത്തിലേറിയ വീരകഥ. ഈ ചരിത്ര സംഭവത്തിന് പിന്നിൽ ഒരൊറ്റ ഫാക്ടർ, വിജയ്. സിനിമയിലെ രക്ഷകൻ റിയൽ അരസിയയിലും ഹീറോ ആയി മാറിയ കഥ. MGRും കരുണാനിധിയും ജയലളിതയും സ്റ്റാലിനും തുടങ്ങി തലൈവർ രജനിക്കും കമലിനും വിശാലിനും വരെ അരസിയാലാസ വന്നത് പെരും തമിഴ് പോരിന്റെ ചിത്രങ്ങളിലൂടെ. ചില വൻമരങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമണിഞ്ഞു. എന്നാൽ ചിലതൊക്കെ വാഷ് ഔട്ടായി തമിഴ് രാഷ്ട്രീയത്തിൽ നിന്നും. ഇത് വിജയ് എന്ന ഇളമുറക്കാരൻ്റെ കഥയാണ്. തമിഴ്നാട് കൈപ്പിടിയിലൊതുക്കിയ ഒരു ഉജ്ജ്വല വിജയകഥ. 1992 സംവിധായകനും നിർമ്മാതാവുമായ SA ചന്ദ്രശേഖർ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു. പേര് നാളെയ തീർപ്പ്. അതിൽ നായകനായി എത്തിയത് സ്വന്തം മകൻ വിജയ്. അച്ഛൻ്റെ അഡ്രസ്സിൽ നടിക്കാൻ വന്ന വിജയെ കണ്ട് ചിലർ മൂക്കത്ത് വിരൽ വെച്ചു. എണ്ണക്കറപ്പുള്ള നെപ്പോക്കിഡിനെന്ന് ചില തമിഴ് മീഡിയക്കാർ വിളിച്ചത് എലിപൂഞ്ചിയെന്ന്. അവിടെ വിജയ് തോറ്റില്ല, തളർന്നില്ല. തൻ്റെ പങ്ക് തലമുടി പറത്തി വിജയ് വിജയങ്ങളിലേക്ക് കയറിയ ആദ്യ ചുവടുവയ്പ്. വിജയ് എന്ന നടൻ്റെ പ്രണയനോട്ടം, അത് സിനിമയുടെ നായക സങ്കല്പം മാറ്റിയെഴുതി. കോളിവുഡിൽ MGRും രജനിയുമൊക്കെ തുടങ്ങിവെച്ച ഏഴൈ തോഴൻ ഇമേജും മക്കൾ പാസവും പിന്നെ കണ്ടത് വിജയ് ചിത്രങ്ങളിൽ.
എന്നാൽ പിന്നീട് മാസ് പരിവേഷമുള്ള രക്ഷകൻ വേഷത്തിലേക്ക് വിജയിയുടെ വേഷപ്പകർച്ച. ഇൻട്രോ സോങ് മുതൽ ഡയലോഗിൽ വരെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ, ഡെലിവറികൾ. പാവങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു വീരന്റെ കഥ അപ്രപാടികളിലൂടെ അവതരിപ്പിച്ച് വിജയ് കയ്യടി നേടി. വിജയ് തൻ്റെ കരിയർ തുടങ്ങുമ്പോൾ മുതൽ തമിഴ് മക്കൾ കണക്കുകൂട്ടി പ്രവചിക്കാൻ തുടങ്ങി. ഇത് പൊളിറ്റിക്സിലേക്കുള്ള യാത്രയാണ്. എന്നാൽ അത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോഴൊക്കെ സ്വതസിദ്ധ ശൈലിയിൽ ചിരിച്ചുകൊണ്ട് വിജയ് പറഞ്ഞു, തമിഴ്നാട് എനിക്കെൻ്റെ ലഹരിയാണ്, രക്തമാണ്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമോ എന്ന് ഇന്ത്യ ഉറ്റുനോക്കിയ നാളുകൾ. ആ നാളുകളിൽ നോട്ട് നിരോധനത്തെക്കുറിച്ചുള്ള വിജയുടെ പരാമർശം, പിന്നീട് കോവിൽ പരാമർശം, ഇത് BJP സംഘപരിവാർ സംഘടനകളെ ചൊടിപ്പിച്ചു. പിന്നീട് വിജയ് ചിത്രങ്ങൾക്ക് തുടർച്ചയായി സെൻസർ ബോർഡ് കത്രിക വച്ചു. വിജയ് വേട്ടയാടപ്പെട്ടു തുടങ്ങിയതോടെ രാഷ്ട്രീയത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ വേഗം കൂട്ടി. ഇടുത്തി പോലെ ഇടയ്ക്ക് ED IT റെയ്ഡുകൾ, സിനിമ റിലീസിന് തടയിട്ട സെൻസർ പൂട്ടുകൾ. എന്നാൽ വിജയ് മറുവശത്ത് തൻ്റെ സ്വപ്നം മനസ്സിൽ രാഗി മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്നു. സിനിമയിലൂടെ അയാൾ പറഞ്ഞ ഓരോ വാക്കിലും നോക്കിലും അയാൾ രാഷ്ട്രീയം കലർത്തി. പൊളിറ്റിക്സിലേക്ക് താൻ കടന്നു വരാൻ സമയമായി എന്ന് വിജയുടെ മനസ്സ് കുറിച്ചു. ഒടുവിൽ ജനനായകൻ വിജയുടെ അവസാന ചിത്രം എന്ന് വിജയുടെ തന്നെ പ്രഖ്യാപനം. ഇനി രാഷ്ട്രീയത്തിലേക്കാണ് തൻ്റെ വഴി എന്ന് വിജയ് തമിഴ് ജനതയോട് പറഞ്ഞു. ചുരുക്കത്തിൽ കരിയറിൻ്റെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ ചിത്രങ്ങൾ അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കാൻ അതിന് വിജയ്ക്ക് മാത്രമേ കഴിയൂ. അവിടെ നിന്നാണ് തമിഴ് രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച പാർട്ടിയുടെ ഉദയം. ഈ രാഷ്ട്രീയ മോഹത്തെ പണക്കാരൻ്റെ പതിവ് നേരം പോക്കെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ പരിഹസിച്ചു. ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ അതിന് വേണ്ടത്ര പരിഗണന നൽകിയില്ല. എന്നാൽ എന്ത് അത്ഭുതങ്ങളും വിരിയുന്ന ഒരു അത്ഭുത ലോകമാണ് തമിഴ്നാട്. 2026 വീണ്ടും തമിഴ്നാടിൻ്റെ ഭരണം തങ്ങളുടെ കൈപ്പിടിയിലൊതുങ്ങും എന്ന് മോഹിച്ച സ്റ്റാലിനും മകൻ ഉദയനിധി സ്റ്റാലിനും അവരുടെ സ്വപ്നങ്ങൾ തകർത്തുകൊണ്ട് വിജയ് എന്ന സൂപ്പർ സ്റ്റാർ ഇപ്പോൾ തമിഴ്നാടിൻ്റെ സിംഹാസനത്തിലെത്തി നിൽക്കുന്നു. ദ്രാവിഡ മണ്ണിൽ ഇനി അയാളുടെ കാലമെന്ന് തമിഴ് മക്കൾ പറയുന്നു. MGRന് സമാനമായി ഇനി എത്ര കാലം തമിഴ്നാട് അയാൾ ഭരിക്കുമെന്ന ചോദ്യം മാത്രമാണ് ബാക്കി. എന്നാൽ വെള്ളിത്തിരയിലെ രക്ഷകന് തമിഴ് മണ്ണിനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് വിമർശകർ ഇപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. നിലവിലെ സൂപ്പർ താര പദവിയിൽ നിന്ന് TVKയുടെ അവിശ്വസനീയ തെരഞ്ഞെടുപ്പ് വിജയം. TVK സർക്കാരിന് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് വിജയ്ക്കൊപ്പം നിൽക്കുന്നു. മറുവശത്ത് തങ്ങളെ ചതിച്ചു എന്നാണ് സ്റ്റാലിൻ്റെ പരിദേവനം. തമിഴ് രാഷ്ട്രീയത്തെ പതിറ്റാണ്ടുകളായി കൈപ്പിടിയിൽ ഒതുക്കി വാഴുന്ന DMK, AIDMK എന്നീ വൻമരങ്ങളെ വീഴ്ത്തിയാണ് വിജയ് കടന്നു വന്നിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ TVKയും അവരുടെ നായകൻ വിജയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.